കുറച്ച് പൈസക്കൊക്കെ ആവശ്യമുണ്ടായിരുന്നു. ഒരു സ്വയം തട്ടിക്കൊണ്ടുപോക്കുന്ന നാടകം നടത്തുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല മോശം അഭിപ്രായം. രാജസ്ഥാനിൽ ഇതുപോലൊരു പെൺകുട്ടി സ്വന്തം തട്ടിക്കൊണ്ടുപോയെന്ന് വീട്ടിലൊക്കെ പറഞ്ഞ് കാശൊക്കെ ചോദിച്ചിട്ട് ആകെ പിന്നെ പോലീസായി, കേസായി, ആകെ നാണക്കേടായി. മാർച്ച് 18-നാണ് രാജസ്ഥാൻകാരിയായ 21 വയസ്സുള്ള കാവ്യയുടെ പിതാവ് മോളെ ഇങ്ങനെ ആരോ തട്ടിക്കൊണ്ടുപോയി കൈയും കാലും ഒക്കെ കെട്ടിയിട്ടുള്ള ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ട്, 30 ലക്ഷമാണ് മോചനദ്രവ്യം ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പോലീസിൽ കേസ് കൊടുക്കുന്നത്. പോലീസ് അന്വേഷിച്ച് പിറ്റേ ദിവസം തന്നെ കാവ്യനെ കണ്ടുപിടിച്ചു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ തട്ടിക്കൊണ്ടുപോയതും കൈയും കാലും കെട്ടി വെച്ച് ഫോട്ടോ എടുത്തതും ക്യാഷ് ചോദിച്ചതും ഒക്കെ കാവ്യ തന്നെയാണെന്ന്. കാവ്യൻ്റെ വീട്ടുകാർ ഒരു കോച്ചിങ് സെൻറ്ററിലാക്കിയതായിരുന്നു. അപ്പം 3-ാമത്തെ ദിവസം തന്നെ കാവ്യ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു സ്ഥലത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ താമസിക്കാൻ തുടങ്ങി. പക്ഷേ ഈ ഹോസ്റ്റലിലും കോച്ചിങ് സെൻറ്ററിലൊക്കെ ഡെയിലി പോകുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഫോട്ടോസും അറ്റൻഡൻസിൻ്റെ വിവരങ്ങളൊക്കെ വീട്ടുകാരുടെ നമ്പറിലേക്ക് അയച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ആർക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. വിദേശത്ത് പോകണമെന്നായിരുന്നു കാവ്യയുടെ ആഗ്രഹം. അതിന് ക്യാഷ് വേണമല്ലോ. ആ ക്യാഷിന് വേണ്ടിയിട്ടാണ് ഇതുപോലൊരു തട്ടിക്കൊണ്ടുപോകൽ നാടകം അവതരിപ്പിച്ചതും വീട്ടുകാരോട് ക്യാഷ് വെച്ചതും. അതുകൊണ്ട് ആ ഐഡിയ വേണ്ട.